ഹലോ, നമുക്കിന്ന് എഡിൻബറ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പോയാലോ? അപ്പം ഞങ്ങൾ ഇവിടുന്ന് വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് 2 മണിക്കുള്ള ട്രെയിനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു 3 മണിയാകുമ്പോഴേക്കും 3 മണി 3:30 ആകുമ്പോഴേക്കും ഇപ്പം സൺസെറ്റ് ആവും. അപ്പോൾ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു അടിപൊളി ബ്രിഡ്ജ് കാണാൻ പറ്റും കേട്ടോ. അവിടെ സൺസെറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. നേരെ ഞങ്ങൾ ആദ്യം പോയത് കാൽട്ടൺ ഹിൽസ് കാണാനാണ് കേട്ടോ. കാൽട്ടൺ ഹിൽസ് കാണാൻ ഞങ്ങളവിടെ എത്തിയപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് ഈ സൺസെറ്റിൻ്റെ വ്യൂ അടിപൊളിയാണ്. നമുക്കവിടെ കുറച്ച് പില്ലേഴ്സും കാണാൻ പറ്റും കേട്ടോ. ആ പില്ലേഴ്സ് ഈ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ഇവിടെ കുറേ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടല്ലോ. കുറേ ആ യുദ്ധത്തിൽ പങ്കുചേർന്ന ആൾക്കാർ, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പില്ലേഴ്സ് ഇവർ പണിത് തുടങ്ങിയത്. പക്ഷേ ഫണ്ട് ഇവരെടുത്ത് ഇല്ലാത്തത് കൊണ്ട് ആ പില്ലേഴ്സിൻ്റെ പണി ഇപ്പോഴും പൂർത്തീകരിക്കാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ലെന്നാണ് അതിൻ്റെ ഒരു ചരിത്രം പറയണത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. വേഗം ഞങ്ങൾ ഇറങ്ങിയിട്ടോ. കാരണം ചന്തുവിനും വാവക്കും അതിൻ്റെ മുകളിലോട്ട് കയറി വരാൻ പറ്റിയില്ല. കാരണം വാവയുടെ സ്ട്രോളർ നമുക്ക് കയറ്റാൻ പറ്റില്ലായിരുന്നു കേട്ടോ. കുറച്ചങ്ങോട്ട് മുകളിലോട്ട് സ്റ്റെപ്സ് കയറണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും സ്റ്റെപ്സിലോട്ട് ഇത് പിടിച്ച് പൊക്കി കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാനും പാർവണയും മാത്രമാണ് മുകളിലോട്ട് കയറിയത്. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു വന്നിട്ട് ചന്തു ഭാവ്യം വെയിറ്റ് ചെയ്തിരുന്നതിന് താഴെ. അപ്പോൾ ഞങ്ങൾ നേരെ നടന്നു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അവിടേക്ക്. നല്ല ബിസി ആയിരുന്നു അന്ന്. കാരണം അന്ന് സൺഡേ അല്ല, ഇത് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും അത്യാവശ്യം മാർക്കറ്റിലോട്ട് വരുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. കാരണം വീക്കെൻഡ് ആയല്ലോ. ഇതാ കണ്ടില്ലേ, ആ ഡോഗ്സിനെ വരെ അവർ ക്രിസ്മസിന് ഇതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ക്ലോത്തൊക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അവിടെയുള്ള സ്ട്രീറ്റിലത്തെ ലൈറ്റെല്ലാം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ കുറേ അവിടെ എല്ലാ സ്ട്രീറ്റിലൊക്കെ നടന്ന് ഫുള്ള് ലൈറ്റ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. ഈ കാണുന്ന റൈഡിൽ കയറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കുറച്ച് നാൾക്ക് മുന്നേ ഒരു റൈഡിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അറിയില്ല, എന്തോ വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ടാണോന്ന് അറിയില്ല ആഫ്റ്റർ ഡെലിവറി. പക്ഷേ ഐ വിൽ കം ബാക്ക്, കുഴപ്പമില്ല. പിന്നെന്താ, ഞങ്ങൾ ഫുള്ള് ലൈറ്റ്സൊക്കെ കണ്ടതിന് ശേഷം കേട്ടോ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. അപ്പോൾ നമുക്ക് ലൈറ്റ്സൊക്കെ കണ്ടിട്ട് വന്നാലോ?
ഞാനപ്പോൾ ഈ ലൈറ്റ്സിനൊക്കെ ലണ്ടനിലെ ലൈറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചന്ദന ചീത്താറുണ്ട്. ലണ്ടനിലും എഡിംബ്രയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ലണ്ടൻ ഭയങ്കര വലിയൊരു സിറ്റിയാണ്. എഡിംബ്ര സിറ്റി തന്നെയാണ്, പക്ഷേ എന്നാലും ലണ്ടനായിട്ട് കമ്പയർ ചെയ്യാനും ആയിട്ടില്ല എഡിംബ്ര. സോ അത്രയും ബിൽഡിങ്സും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഭയങ്കര ഡിഫറെൻ്റാണ് എഡിംബ്ര കുറേ പഴക്കം ചെന്നൊരു സിറ്റിയാണ്. ലണ്ടൻ എന്ന് പറയുന്നത് പുതിയ സിറ്റിയാണ്, പുതിയ പുതിയ ബിൽഡിങ്സാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് നമ്മൾ എഡിംബ്ര മാർക്കറ്റിലോട്ട് എൻ്റർ ആക്കണം. അപ്പോൾ നമുക്ക് കുറേ ഷോപ്സ് കാണാം അവിടെയും എന്താണ് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ ഈ സ്ഥിരം ഉണ്ടാവുന്ന ഷോപ്സ് തന്നെയാണ് അവിടെ ഉള്ളത്. കറക്റ്റ് അതേ പൊസിഷനിലാണ് എല്ലാ വർഷവും ഈ ഷോപ്സും ഈ റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. അപ്പം നമ്മൾ അവിടെ നടന്നു, എൻജോയ് ചെയ്തു, കോഫിയൊക്കെ കുടിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്നോയുടെ ഇതിൽ ഞാൻ വിചാരിച്ചത് ലാസ്റ്റ് എന്തെങ്കിലും സ്വിച്ച് ഞെക്കുമ്പോൾ ഈ താഴെ കിടക്കുന്ന സ്നോ പോലത്തെ സാധനം ഇങ്ങനെ പൊന്തി വരുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവർ തന്നെ സ്നോ ഇങ്ങനെ പറക്കി ഇട്ട്, പക്ഷേ ആ പുള്ളിക്കാരൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒരു ദിവസമല്ല, ഒരു ഈവനിങ് ഫുൾ അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു നോക്കി. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാവനെയൊക്കെ സ്ട്രോളറിൽ കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾക്ക് ഷോൾഡറിൽ ഇടാൻ പറ്റുന്ന ബാഗ് ഉണ്ടെങ്കിൽ അതിലിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. കാരണം അത്രയും തിരക്കിൻ്റെ ഇടയിൽ സ്ട്രോളർ നിന്നത് ഭയങ്കരമായിട്ടൊരു സ്ട്രഗിളിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു ലേറ്റർ. ബൈ.